വി.ഡി. സതീശൻ ജയിക്കോ? ജയിക്കില്ലെന്ന് ഉറപ്പ് പറയാണ്. വി.ഡി. സതീശൻ ഒരു കോപ്പും ചെയ്തിട്ടില്ല. അമേരിക്കയിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടേ പണം തട്ടാണ്. അതായത് ആർക്കും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രതീക്ഷ വി.ഡി. സതീശനോടാണ് എനിക്ക്. വി.ഡി. സതീശൻ പുള്ളിക്കാണ് സാധ്യത കൂടുതലേ. വി.ഡി. സതീശൻ കാരണം അയാൾ അവിടെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. 25 വർഷമായിട്ട് ഇവിടെ ഒരു വികസനവും ഇല്ല. ഈ കോടതിയിലൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചാൽ മതി, അപ്പോൾ കാണാം. പുള്ളി ഇന്നലെ വന്നിട്ട് 10 രൂപ അപ്പുറേ പോയത്. സതീശൻ്റെ ചെയ്യും. ഇവിടെ എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എണ്ണി പറയാനും ഇപ്പൊ സമയമില്ല. പിന്നെ LDF സർക്കാർ ഇതുവരെ 10 വർഷം ഭരിച്ചു. അദ്ദേഹത്തിനൊക്കെ പ്രായം കൂടുതലാണ്. വെറുതെ പറയുന്ന വാക്ക് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. അതിൽ വി.ഡി. സതീശൻ വിട്ടിട്ട് ഒരു കളി പറൂരില്ല. പറൂരിന്റെ MLA എന്നുള്ള രീതിയിൽ ആള് വലിയ പരാജയം. പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു ലേബല് മാത്രം കൊണ്ടാണ് ആള് നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് BJP-ക്കാർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ കയറിയിട്ട് അവർക്കും ചിലപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഭരണം നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ നല്ല കാര്യങ്ങൾ കുറേ അവർ ചെയ്യുമായിരിക്കും. വികസനം ഇപ്പോൾ UDF ആണ് കേരളം ഭരിക്കണമെങ്കിൽ വികസനം വരും. ആഗ്രഹം LDF ഭരണമാണ്. പക്ഷെ പറവൂർ എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ തന്നെ ജയിക്കാനേ ചാൻസ് ഉള്ളൂ. വി.ഡി. സതീശൻ ജയിക്കാനുള്ള സാധ്യത ഇവിടെ കോൺഗ്രസ് സതീശൻ, പറവൂർ വി.ഡി. സതീശനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. സതീശൻ മാഷായിരിക്കും തോന്നുന്നത്. ഇവിടെ വി.ഡി. സതീശന്റെ സ്കോപ്പിൽ നല്ലോണം അറിവ്. ഇപ്പോൾ സതീശൻ്റെ കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പൊതുവേലുള്ളൊരു അഭിപ്രായം. എന്നാലും സതീശൻ ജയിക്കും. സതീശൻ ജയിക്കൂല തവണ സതീശൻ പൊട്ടുള്ളൂ. CPIക്ക് കിട്ടിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ടൈസൺ മാഷ്. എന്നാലും സാധ്യത സതീശനായിരിക്കണം. വി.ഡി. സതീശന്റെ കാര്യം അത്ര പെരുങ്ങല്ലാണ്. ഞമ്മ വണ്ടിയെടുത്ത് ഞങ്ങൾ തന്നെ പിന്നെ കുറേ പേര് പണിയില്ലാണ്ട് നടക്കും. എൻ്റെ ഓർമ്മ നടക്കും എന്ത് കാര്യങ്ങൾക്ക്. ഒരാളുടെ കുടുംബസ്വത്വം എല്ലാം എടുത്ത് ചെയ്യാനായിട്ട് അത് ജനങ്ങൾ മനസ്സിലാക്കാനില്ല. വി.ഡി. സതീശൻ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ പറവൂർ വി.ഡി. സതീശൻ തന്നെ ജയിക്കുള്ളൂ. നിവർന്നത് വർത്താൻ പറയാൻ പറ്റില്ല. ഒരു LDF എന്താ ഇപ്രാവശ്യം അടുത്ത വർഷം ജയിക്കേണ്ടത് അടുത്ത വർഷമാണ് ടൈസൺ മാസ്റ്ററാണ് ജയിക്കേണ്ടത്. കാരണം ഈ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ആള് ഇന്ന് വരെയായിട്ട് ഇവിടെ ഒരു വികസനം ഒന്നും ചെയ്തിട്ടില്ല. വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിൽ? വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പ്രഭുക്കാര്. കേരളം ഇലക്ഷൻ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിലാണ്. പറവൂർ ഇത്തവണ ആർക്കൊപ്പമാണ്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മണ്ഡലത്തിലെ വി.ഡി. സതീശൻ ജയിക്കോ? ജയിക്കില്ലെന്ന് ഉറപ്പ് പറയാണ്. കാരണം എന്താ? കാരണം അത്ര തെണ്ടിയളവൻ. ഈ 20 വർഷത്തെ പ്രവർത്തനത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആര്? വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഒരു കോപ്പും ചെയ്തിട്ടില്ല. അമേരിക്കയിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ടേ പേരും പറഞ്ഞുകൊണ്ട് പണം തട്ടാണ് അമേരിക്കക്കാരുടെ. ഒരിക്കലും ജയിക്കാൻ പോവില്ല അവൻ. ഈ പ്രാവശ്യം തോറ്റില്ലെങ്കിൽ എന്നെ പട്ടിമ്പോ പോകുന്ന വിളിച്ചോ. പുള്ളി എങ്ങനെ വന്നാലും പുള്ളി കോൺഗ്രസ് മണ്ഡലമാണ്. എങ്ങനെയെങ്കിലും കുത്തി ജയിക്കും എന്നുള്ള സംഭവം ഉണ്ട്. ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ, അതാണല്ലോ. എന്നാൽ താൻ കൊണ്ട് കേസ് കൊടുക്കുന്നുള്ളൊരു ചാടുണ്ടല്ലോ ആ സംഭവം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വന്നിട്ടൊന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ് വരട്ടെ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് BJP-ക്കാർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ കയറിയിട്ട് അവർക്കും ചിലപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഭരണം നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ നല്ല കാര്യങ്ങൾ കുറേ അവർ ചെയ്യുമായിരിക്കും. ഒരു കയറിയ കൊള്ളായിരിക്കും. നമ്മളുടെ കോൺഗ്രസ് മണ്ഡലമാണ്. പക്ഷേ പുള്ളി അങ്ങനെ പറ്റിയ സംഭവം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വി.ഡി. സതീശൻ. ചിലപ്പോൾ കയറാനുള്ള ചാൻസ് ഒരു 99% ചാൻസും ഉണ്ട്. പിന്നെ കുറേ മറിഞ്ഞാലായി ഇവരെ പ്രത്യേകിച്ച് അവരെ പാർട്ടിക്കാരെ തന്നെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ആര് ജയിക്കുന്ന വെച്ചാൽ ഇവിടെ ടൈറ്റ് ഇലക്ഷനായിരിക്കും. അതായത് ആർക്കും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രതീക്ഷ വി.ഡി. സതീശനോടാണ് എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ് തോന്നി. പിന്നെ ടൈസൺ അവിടെ നിന്ന് വന്നതാണല്ല. ടൈസൺ നല്ലൊരു പ്രവർത്തകനാണ്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് സാധ്യത കൂടുതൽ. വി.ഡി. സതീശനാണ്. ഈ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രവർത്തനങ്ങൾ പൊതുവെ ഉണ്ടല്ലോ, ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വികസനങ്ങളുണ്ട്, പിന്നെ പരിമിതികളുണ്ടാവാം. എന്തൊക്കെ വികസനങ്ങൾ വന്നിട്ടുണ്ട്? അതായത് ഏത് മേഖലയിലാണോ അദ്ദേഹത്തിന് കഴിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേ മുഖ്യമന്ത്രി ആകുമെന്ന് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. അതിനുള്ള ചാൻസ് ചിലപ്പോൾ വേറെ ആൾക്കാവാൻ സാധ്യതയുണ്ട്. ആകൂലെന്ന് പറഞ്ഞില്ല ഞാൻ. ആകാനും ആകാതിരിക്കാൻ അതായത് ഷുവർട്ടി ഇല്ല. മാസ്റ്റർ നല്ലൊരു അതിൻ്റെ പേരിലാണ്. എനിക്ക് അത്ര അറിഞ്ഞൂടൂ. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ഒക്കെ അടുത്താണ്. വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിൽ? നല്ലതാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? അത് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതാവണവരാവട്ടെ. വി.ഡി. സതീശൻ പുള്ളിക്കാണ് സാധ്യത കൂടുതലേ. എന്നാലും BJP ഒക്കെ നിൽക്കണോണ്ട് അവർ വോട്ടൊക്കെ പിടിക്കും. കാര്യം തുറന്നു പറയാൻ പറ്റില്ല. ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഒരു ടൈറ്റ് മത്സരമായിരിക്കും. 20 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണും വി.ഡി. സതീശന്റെ ഈ മണ്ഡലത്തില്? കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ല. കോടതിയുടെ ഇതിങ്ങനെ പൊളിഞ്ഞിടക്കുകയാണ്. അത് ഇപ്പോൾ വർഷങ്ങളായി അതൊക്കെ പൊളിഞ്ഞിടുന്നിട്ട് ടൈലൊക്കെ ഇട്ടത്. വി.ഡി. സതീശൻ. കാരണം അയാൾ അവിടെ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഒരു നല്ലൊരു മനുഷ്യനാണ്, ജനങ്ങൾക്ക് ഉപകാരിയാണ്, സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ആകും അടുത്ത? മുഖ്യമന്ത്രി ആകാൻ സാധ്യത കുറവാണ്. വേറെ വടംവലിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് മൊത്തം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധ്യത കുറവാണ്. വേറെ ആൾക്കാർ ഉപ്പായിട്ടൊക്കെ നിൽപ്പുണ്ട്, അപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. സതീശൻ ജയിക്കാൻ ചാൻസ് ഇപ്പോൾ ഇത്തവണ കുറവാണ്, കോമ്പറ്റീഷനാണ്. പിന്നെ ജയിക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം കുറയും. അതിപ്പോഴത്തെ അവസ്ഥ. കാരണം എന്താ? 25 വർഷമായിട്ട് ഇവിടെ ഒരു വികസനവും ഇല്ല. ഈ കോടതിയിലൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചാൽ മതി, അപ്പോൾ കാണാം. പുള്ളി ഇന്നലെ വന്നിട്ട് 10 രൂപ അപ്പുറേ പോയത്, ഇതിലെ പോയി തട്ടി ഇറങ്ങി വീണാനെ. ഒരു മാറ്റമൊക്കെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഈ തവണ. ഇവിടെ കണ്ടില്ലേ അവിടെ ഗവൺമെൻറ് ആസ്പത്രിയൊക്കെ എടുക്കുന്ന കണ്ടില്ലേ? ഗവൺമെൻറ് ആസ്പത്രി ഇവിടെ ഏരിയ ഒക്കെ വളരെ മോശം പരിപാടിയാണ്. ഒരു നല്ലൊരു MLA വേണം, നല്ലൊരു ഇത് വേണം, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവണം, ഇതൊക്കെ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിൽ? ഒരു വാക്കും കൊള്ളൂല, വെറുതെ കള്ളത്തരം പറഞ്ഞു നടക്കൽ മാത്രം. മണ്ഡലത്തിൽ ആര് ജയിക്കുന്ന ഇപ്പോൾ 5 25 കൊല്ലമായിട്ട് MLA സതീശനാണ്. അപ്പോൾ ഇത്തവണയും ചാൻസുകൾ കൂടുതലും പ്രതിപക്ഷ നേതാവ് നിലക്ക് നല്ല അസംബ്ലിയിൽ നല്ല ഇതിൽ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇതിവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് CPIയുടെയാണ്. പുള്ളി പുറത്തുനിന്ന് വന്ന് കൈപ്പാങ്കലത്ത് ജയിച്ചെന്നുള്ള ശരി, അവരുടെ നാടൊക്കെ അത്ര ചേർപ്പിലായിട്ടാണ് പുള്ളിയുടെ വീടുന്നു. ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അതാണ് MLA പ്രതിപക്ഷ നേതാവിന് ഇത്ര കഴിവുള്ള ഒരാൾക്ക് എതിരായിട്ട് ഒരു നല്ലൊരു കാൻഡിഡേറ്റ് വരണ്ടേ. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ നിന്നിട്ട് വരെയും ജയിച്ചില്ല. 10-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സതീശൻ ജയിച്ചത്. അപ്പോൾ പുതിയ ഒരു ഇത് വന്ന് നല്ലൊരു കാൻഡിഡേറ്റ് വെച്ച് അത് വന്നേ കുറച്ചെങ്കിലും നമുക്കൊന്ന് ഭൂരിപക്ഷം കുറക്കാമെന്നല്ലാണ്ട് തോൽപ്പിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഈ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വരും? പ്രവർത്തനങ്ങൾ പല രീതിയിൽ പലരും ചിലപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ചെയ്യുന്നുണ്ട്, ഇല്ലെന്നുള്ളതല്ല. വീടുകൾ കൊടുത്ത് പല കാര്യങ്ങളുണ്ട്, പല ചെയ്തൊക്കെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? അതാഗ്രഹം ഉണ്ടല്ലോ. അതിൻ്റെ പിന്നെ എല്ലാവരും കൊണ്ടും നല്ലതാണല്ലോ. വിദ്യാഭ്യാസമുള്ള ഒരാൾ, കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ഒരാൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണല്ലോ അതിൻ്റെ രീതി. മുഖ്യമന്ത്രി ആവുന്നത് അർഹനാണ് പുള്ളി, അതിന് മാറ്റമൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ. എൻ്റെ അഭിപ്രായം വി.ഡി. സതീശൻ തന്നെയാണ്. പിന്നെ ഇവിടെ പലർക്കും പല എതിർപ്പുകളും പലർക്കും ഉണ്ടാവും, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ഇതിനകത്തോട്ട് കുറേ കഴിയുമ്പോൾ മാറിക്കഴിയും. ഇപ്പോൾ ഹൈക്കമാൻഡിന് സുധാകരൻ്റെ കേസ്, അങ്ങനെ അടൂർ പ്രകാശിൻ്റെ കേസൊക്കെ മാറ്റിയില്ലേ? അതൊക്കെ ഓരോ ഇതാണ്. അങ്ങനെ ഓരോ രീതികളൊക്കെ വരുമ്പോൾ ഇവിടെയും ഇവിടെ ഏതായാലും മാറ്റം വരാൻ സാധ്യത കുറവാണ്. വി.ഡി. സതീശൻ തന്നെ ജയിക്കുള്ളൂ എന്നുള്ളതിൻ്റെ ഉറപ്പൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് പോണേ ജനങ്ങളും ഇതൊക്കെ. പിന്നെ LDF സർക്കാർ ഇതുവരെ 10 വർഷം ഭരിച്ചു. ഒന്നില്ലേ അദ്ദേഹത്തിനൊക്കെ പ്രായം കൂടുതലാണ്. വെറുതെ പറയുന്ന വാക്ക് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. 10, 80, 82 വയസ്സായി. അപ്പോഴൊക്കെ മാറ്റി നിർത്തേണ്ട. ഇവിടെ അല്ലാത്ത നേതാക്കന്മാരെ 75 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്നുണ്ട്. ഇവർക്ക് മാത്രം എന്തുകൊണ്ട് മാറി നിൽക്കുന്നുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഗോവിന്ദനും മറ്റേ അയാൾക്കും 74 വയസ്സായി. എന്നിട്ട് എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നില്ല? ബാക്കിയുള്ളവരൊക്കെ മാറ്റി നിർത്താൻ ഇവർക്ക് അധികാരമോ? അപ്പോൾ അധികാരമാവുമല്ലേ ഇത്? ഇങ്ങനെ ഭാര്യ നിൽക്കണില്ലേ? മരുമകൾ വേറെ അടുത്ത് നിൽക്കണില്ലേ? എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമാണ്. അത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 10 വർഷം ഭരിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പറവൂരിനെ സംബന്ധിച്ചാണെങ്കിലും വലിയ നേട്ടമില്ല. ഇവിടെ അങ്ങേർക്ക് പറ്റിയ എതിരാളി എന്ന് പറയുന്നത് ടൈസനാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഈ ടൈസനെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ അറിയുമോ എന്നുള്ളതാണ്. അത് പിന്നീടുള്ള കാര്യമാണ്. MLA കൈപ്പൊങ്കലം അവരുടെ ഏരിയയിലൊക്കെ അറിയുമായിരിക്കും. ഇവിടെ വരണതിന് ഇവിടെ പലരും പല രീതിയിൽ വന്നു. തുടക്കം AC ജോർജ്, വർക്കി പൈനാടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. അത് തോറ്റില്ലേ വർക്കി പൈനാടൻ? AC ജോർജ് ജയിച്ചു പോകുന്നു. അങ്ങനെ പല ഇതൊക്കെ ഉണ്ട്. കാസ്റ്റിംഗ് വോട്ട് വന്നത് ഇവിടെയും ഏഴിക്കരയാണ് ആദ്യം വന്നത്, അല്ലേ? അത് നല്ലൊരു ഇതാണ്. അപ്പോൾ അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തും എന്നുള്ള രീതി സതീശനിൽ നമ്മളൊരു ഇത് കാണുന്നു. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ സതീശേട്ടൻ തന്നെ ജയിക്കുകയുള്ളൂ. നല്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പുള്ളി ജയിക്കും. പുള്ളി ഇനി മാറ്റങ്ങളൊക്കെ പുള്ളി ഒന്ന് റെഡിയാക്കും. പഴയതിനേക്കാളൊക്കെ ബെറ്ററാക്കി മാറ്റാൻ പുള്ളിക്ക് കഴിയുമെന്നുള്ളതാണ് എല്ലാവരും വിശ്വാസം. നല്ല ഭൂരിപക്ഷത്തിലൂടെ തന്നെ ജയിക്കും. എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹവും. പുള്ളി മുഖ്യമന്ത്രി ആവുകയും ചെയ്യും. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കാൻ? നമ്മൾ സതീശൻ മാഷ്. കാരണം അങ്ങനെയാണ്, മറ്റേവരങ്ങനെ കാണിക്കാനല്ല.
സതീശനെ നോക്കുന്നു. വി ഡി സതീശൻ. തോന്നുന്നു ഇപ്പൊ 2-3 തവണയായിട്ട് അങ്ങേ തന്നെയാണല്ലോ ജയിക്കണേ. അപ്പൊ ഇത്തവണ അങ്ങേ ജയിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പോകണം, അടിപൊളിയായിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. സതീശൻ ചെയ്യും. കാരണം അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. ഇവിടെ എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എണ്ണി പറയാനും ഇപ്പോൾ സമയമില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന മനുഷ്യനാണ്. തലക്കനവില്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. മുഖ്യമന്ത്രിയായിട്ട് വരുമോ? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ജനങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം, അത് പെൻഷൻ വർദ്ധിപ്പിക്കണം. അതൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതൊക്കെ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കട്ടെ. ടൈസൺ മാഷി. കാരണം ഇവിടെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ ഹോസ്പിറ്റലിൽ കിടക്കണുണ്ട് അറിയാം. ഒരു വികസനവും ഇല്ല, ഒന്നുമില്ല. അത് ഈ പറവൂരിൻ്റെ മൂലയിലും വികസനം എത്തിയിട്ടില്ല ഇതേവരെ. കോടതി വളപ്പിൽ കയറി അറിയാം അവിടുത്തെ ശോചനീയാവസ്ഥ. ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ വഞ്ചിട്ടിട്ടാണ് വക്കീലന്മാർ അങ്ങോട്ട് പോകേണ്ട അവസ്ഥ. ആ രീതിക്കൊക്കെ ഒരു വികസനം എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു ലേബൽ മാത്രം കൊണ്ടാണ് ആള് നടക്കുന്നത്. പക്ഷെ പറവൂരിൻ്റെ MLA എന്നുള്ള രീതിയിൽ ആള് വലിയ പരാജയം. കോൺഗ്രസ്. വി ഡി സതീശൻ തന്നെ ചെയ്യും. വി ഡി സതീശൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷമായിട്ട് LDF ആണല്ലോ ഭരിക്കണത്. ഇപ്പോൾ ഒരു 5 വർഷം അവർ ഭരിക്കട്ടെ എന്ന്. വി ഡി സതീശൻ ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് വരും. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹം. മുഖ്യമന്ത്രിയായിട്ട് വരണം, എന്നാലേ ഈ നാട് നന്നാവും. ടൈസൺ മാഷായിരിക്കും തോന്നണ. ഇവിടെ വി ഡി സതീശൻ്റെ സ്കോപ്പിൽ നല്ലോണം അറിയൂ. വി ഡി സതീശന്റെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതൊക്കെ ഞാൻ പറയാം. നമ്മ മൂലമ്പത്തോളാണ് വലിയ ഇതില്ല. ഇത് നിങ്ങൾ മീഡിയക്കാർ തന്നെ പറയണം. ടൈസൺ മാഷ് ആയിക്കോളൂ. ഇപ്പോൾ ഞങ്ങൾ പാലം വന്നത് മുനമ്പം അഴിക്കൂട് പാലം വന്നതിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ സർക്കാർ വരുന്നതാണ് നമ്മളത്. അതിൽ വി ഡി സതീശൻ വിട്ടിട്ടൊരു കളി പറവൂരില്ല. വേറെ ആര് വന്നു കഴിഞ്ഞാലും വി ഡി സതീശനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞാൽ 12 വീന്തരം വരെ വന്നിട്ട് വി ഡി സതീശനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. സാക്ഷാൽ പിണറായി വിജയൻ വന്നാലും വി ഡി സതീശനെ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇമേജാണ് വി ഡി സതീശൻ ജനങ്ങളുടെ ഇടയിൽ. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, സാധാരണക്കാർ എല്ലാവർക്കും, പാവപ്പെട്ട അമ്മമാരെല്ലാവർക്കും, സാധാരണക്കാർക്ക് വി ഡി സതീശനോട് അത്ര ഇതാണ്. 20 വർഷമല്ലോ ഇവിടെ. അപ്പോൾ 20 വർഷത്തിലത്തെ എത്രയൊക്കെ മാറ്റങ്ങൾ, വികസനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കുടിവെള്ളം, മറ്റേ ഒരുപാട് റോഡുകളൊക്കെ BMBC അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല നിലവാരത്തിൽ വന്നേക്കുന്നു. ഒരുപാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നേക്കണ പറവൂരാണ്. പിണറായി വിജയൻ 10 വർഷത്തെ ഭരണം നമ്മൾ കണ്ടല്ലേ, ഏറ്റവും നല്ല ഭരണമല്ലേ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെയാണ്. കോൺഗ്രസ്സുകാർക്ക് അവർക്ക് തമ്മിൽ തല്ലിയിട്ട് അവർക്ക് എങ്ങനെ ഭരണം ചെയ്യാൻ പറ്റും? ഒരു ഇപ്പം തന്നെ ഉണ്ടല്ലേ, അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് തന്നെ ഭയങ്കര എന്തോരം പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ നിലവിൽ വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അവിടെ തന്നെ യാതൊരു വികസനമില്ലാത്ത രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തീരദേശ റോഡ് പണി തുടങ്ങിയിട്ട് ഇതുപോലെയായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. റോഡുകളുടെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. അതുപോലെ ഒരു മികച്ചൊരു കളിസ്ഥലം പോലും പറവൂരിലില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. 20 വർഷമായിട്ട് പറവൂരൊന്ന് നോക്കിയാൽ മനസ്സിലാവും 25 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു പറവൂരിരുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴിരിക്കുന്നത്. ഒരു ട്രാഫിക് സിഗ്നലുകൾ പോലും മര്യാദക്കില്ലാത്തൊരവസ്ഥയാണുള്ളത്. പറവൂരൊരു സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട്. നിലവിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ അവിടുത്തെ സ്കൂളുകളിലെ കായിക മത്സരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ എറണാകുളം മഹാരാജസിൽ കൊണ്ടുവന്ന് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം മോശമായിട്ടുള്ള അവസ്ഥയിലാണ് മണ്ഡലം പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹം LDF വരണമെന്നാണ്. പക്ഷേ പറവൂർ എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ തന്നെ ജയിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം എന്ന് പറയാനാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ LDF ജയിക്കണമെന്നാണ്. പിന്നെ പറവൂർ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അത്യാവശ്യം മുന്നുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വർക്കും ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും. 20 വർഷമായല്ലോ അദ്ദേഹം ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്? വികസനം ഉണ്ടോ? വികസനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം വലിയ വികസനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം വികസനം സത്യം പറഞ്ഞാൽ ആള് പറവൂർ മണ്ഡലം മാത്രം നോക്കാത്തുള്ളൂ തോന്നുന്നു. ബാക്കി എല്ലായിടത്തും ഓടി കിടക്കുന്നുണ്ട്. വി ഡി സതീശൻ ജയിക്കുന്നു. കാരണം എന്താ? അത് ജയിക്കുന്നതാണ് പറയണത്. കാരണമൊന്നുമില്ല. ആര് ജയിക്കും? അതിപ്പോ നമുക്കൊന്നും അറിയാൻ പറ്റൂന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ അവർ ജയിക്കുമ്പോ ജയിക്കും. വി ഡി സതീശൻ ജയിക്കോ? ജയിക്കണമെന്നാണ് പ്രാർത്ഥന. ആണ്. വി ഡി സതീശന്റെ ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. വി ഡി സതീശൻ ജയിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈസൺ മാഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലേ ഇവിടെ വി ഡി സതീശൻ നടത്തിയേക്കണ വികസനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായക്കരോട് ഇപ്പോൾ ഇടത് വർഷം ഭരിക്കണതിൻ്റെ പേരിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത കാരണമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് വികസനങ്ങൾ വന്നാണ്. പറവൂർ മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ
ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായേക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ രംഗത്തും വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകോ? ആര് മുഖ്യമന്ത്രി ആകണം? ഇപ്പോൾ സതീശൻ അല്ലെങ്കിൽ ആരായാലും മതി. അധികാരത്തിൽ കോൺഗ്രസ് വന്നാൽ മതി. LDF ജയിക്കും. LDF ജയിക്കും. കാരണം എന്താ? ധാരണ അവര് ഇപ്പൊ ഇത്രയൊക്കെ ധാരണ ഉണ്ടല്ലോ നമുക്ക്. അതിന് അവര് തന്നെ ഈ മണ്ഡലത്തിലെ ആര് ജയിക്കും? ഈ മണ്ഡലത്തില് സതീശൻ ജയിക്കൂല. ഇത്തവണ സതീശൻ പൊട്ടുള്ളൂ. സതീശൻ പൊട്ടോ? അതെന്താ? അതങ്ങനെയാണ്. സതീശനെ ലോൺ കൊടുത്തിട്ട് പലിശ കുറവാന്ന് പറഞ്ഞ് ഇരട്ടി പലിശ പിന്നെ മേടിച്ച്. അതെയാ? ആദ്യം പലിശ കുറവാണെന്ന് പറഞ്ഞ്. അപ്പൊ ഇത്തവണ എല്ലാവരും ഇതായിട്ടുണ്ട്. എടുത്ത ആൾക്കാരൊക്കെ. ഈ 20 വർഷമായല്ലോ, 20 വർഷത്തിൽ എന്തെങ്കിലും വികസനം വന്നോ ഇവിടെ? പിന്നെ വികസനം റോഡൊക്കെ കണ്ടില്ലേ? അതൊക്കെ റോഡൊക്കെ പുതുക്കപ്പെടുന്നില്ലേ? വികസനങ്ങൾ വന്നോ? പിന്നെ വികസനം നമ്മുടെ റോഡ് എങ്ങനെ കിടന്ന റോഡുകളാണ്. സതീശൻ എന്തെങ്കിലും വികസനം സതീശൻ വികസനം കൊണ്ടാണ് ഇവിടുത്തെ ലോൺ കൊടുത്തത് മഹിളയെന്ന്. അത് എന്നിട്ട് ഇരട്ടി ചാർജ് ഈടാക്കി നമ്മളോടൊക്കെ. അത് കാരണം ഇപ്പൊ കുറെ പെണ്ണുങ്ങള് ഞങ്ങളൊക്കെ എടുത്ത ആൾക്കാരാണ്. പലിശ കുറവൊന്നും പണ്ട് എടുത്ത് ഇരട്ടി പലിശ മേടിച്ചില്ലേ? ഇപ്പോഴും കാശ് തരാനുണ്ട് ഞങ്ങക്ക്. സതീശൻ വരൂല. ഇത് കാരണമാണ്. അതല്ല, മിക്ക ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് VD സതീശനെ പറ്റി. സതീശൻ ജയിക്കാനാണ് സാധ്യത. എന്നാലും ടൈറ്റ് മത്സരമായിരിക്കുള്ളൂ. CPIക്ക് കിട്ടിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ടൈസൺ മാഷ്. എന്നാലും സാധ്യത സതീശനായിരിക്കണം. ആര് ജയിക്കുമെന്ന് വെച്ചാൽ VD സതീശൻ്റെ കാര്യം അത്ര പെരുങ്ങല്ലാണ്. 25 വർഷമായിട്ട് അങ്ങേരെ കയ്യിലൊരു ഇത് കിട്ടിയിട്ട്, ഈ മണ്ഡലം കിട്ടിയിട്ട് പുനർജനി അല്ലാതെ റോഡും അല്ലാതെ വേറെ ഒരു വികസനം കണ്ടല്ല. അപ്പോൾ അത്ര വലിയ താല്പര്യം. ജയിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പരിങ്ങല്ലാണ് എല്ലാവർക്കും ഒരു ഇത്. പിന്നെന്താ ടൈസൺ എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ എന്താ പറയണേ, ഈ മന്ത്രിസഭ വന്നപ്പോഴാണ് കൂടുതൽ വികസനങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ അരിയുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കേരളത്തിലെ അരി ഇതൊക്കെ കിട്ടണില്ലേ. പിന്നെ ഇനി ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാവണം വിധത്തിൽ. ഞാൻ പറയുന്നത് നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്ക്. കാരണം ഇത്ര നാള് ഭരിച്ചതിൽ വോട്ട് നല്ല ഭൂരിപക്ഷമുണ്ട്. ഇത്തിരി വോട്ട് കുറഞ്ഞാലും ജയിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അയാൾക്ക് നല്ല മനസ്സാണ്. ആ മനസ്സിൽ നിന്ന് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കും. 20 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കി? പ്രവർത്തനം തർക്കമില്ലാത്ത പ്രവർത്തനമാണ്. പിന്നെ കൊട്ടക്കണക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ആ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുടെ കുടുംബസ്വത്വം എല്ലാം എടുത്ത് ചെയ്യാനായിട്ട് അല്ലേ, അത് ജനങ്ങൾ മനസ്സിലാക്കാനില്ല. കാരണം സതീശൻ തന്നെയാണ് ജയിക്കുന്നത്. 25 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ? കുഴപ്പമില്ലല്ലോ പ്രവർത്തനവും വികസനം. ഇപ്പൊ UDF ആണ് കേരളം ഭരിക്കണമെങ്കിൽ വികസനം വരും. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. UDF VD സതീശൻ നല്ല പ്രവർത്തനമാണ്. 25 വർഷമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? മാറ്റങ്ങൾ കുറവാണെങ്കിലും എല്ലാവരുമായിട്ട് ഭയങ്കര സഹകരണം. ഇതാണ് ജനപ്രിയനാണ്. ജനപ്രിയനാണ്. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? മുഖ്യമന്ത്രിയായിട്ട് വരണം ആഗ്രഹമുണ്ട്. VD സതീശൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം പുള്ളിയാണ് ഇവിടുത്തെ പ്രതിനിധി. പുള്ളി ഇവിടുത്തെ പത്രത്തിലുള്ള ആളാണ്. പുള്ളി താമസിക്കുന്നത് ഇവിടെ അടുത്താണ്, കേസരി കോളേജിന്. LDFന്റെ സ്ഥാനാർത്ഥിക്ക് ചാൻസ് ഇല്ല. പുള്ളി ഇവിടുത്തെ കാര്യമല്ല. പുള്ളി പുത്തമ്പേലിക്കൽ ആ സൈഡ് അങ്ങനെ ഉള്ളതാണ്. അതുകൊണ്ട് പുള്ളി കൂടുതലും ഇവിടെ ഈ പരിസരത്തേക്ക് വേണമെങ്കിൽ സതീശനാണ്. 25 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? പ്രവർത്തനം നല്ല നിലയിലാണ്. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ VD സതീശൻ? ആഗ്രഹം ഉണ്ടാവും. കോൺഗ്രസ് സതീശൻ സംശയമില്ല. സതീശൻ ജയിക്കും. കാരണം പുള്ളി വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറവിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യും. മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഈ സാധാരണക്കാർക്ക് ദാരിദ്ര്യമുള്ളവരെ സഹായിച്ചിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും പുള്ളി വന്നാൽ നല്ല ഭരണമുണ്ടാവും. മറ്റേ പറയാനില്ല. പറവൂര് VD സതീശനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. പിന്നെ മറ്റേ BJPയും മറ്റവരും വോട്ട് ഇതായിട്ട് പോകുന്നതുകൊണ്ടേ അപ്പോൾ VD സതീശൻ നയിക്കാനുള്ള സാധ്യത. അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണും? അല്ല, അങ്ങനെ കുഴപ്പമില്ലാത്ത പ്രവർത്തനമാണ്. സഹകരിക്കേണ്ട ആളുമായിട്ട്. പിന്നെ ധാർഷ്ട്യമൊന്നുമില്ല. മറ്റുള്ള രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിനും ഓരോരുത്തരെ ഇറക്കുമതി ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവരെ പരിചയപ്പെടാനായിട്ട് വോട്ടേഴ്സിന് അവസരം കിട്ടില്ല.
അവർ കുഴപ്പമുണ്ട് ഇവിടെ. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ വി ഡി സതീശൻ? അത് ഇപ്പോൾ അതിനകത്ത് തന്നെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പറവൂർ നിവാസി എന്നുള്ള നിലക്ക്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കാരണം പുള്ളിയുടെ പ്രവർത്തനവും ശൈലിയായിട്ടുള്ള അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? മുഖ്യമന്ത്രിയോട് വരും, മുഖ്യമന്ത്രിയോട് വരും. എല്ലാം ആര് ജയിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല കേട്ടോ. ഞമ്മ പണിയെടുത്ത് ഞങ്ങൾക്ക് തന്നെ. പിന്നെ കുറേ പേര് പണിയില്ലാണ്ട് ഇത് നടക്കും, എൻ്റെ ഓർമ്മ നടക്കും. എന്ത് കാര്യങ്ങൾക്ക് അത് പറയാനൊക്കെ ഉള്ളൂ. വി ഡി സതീശന്റെ ഈ മണ്ഡലത്തിലെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? എന്തിനാ ഞാൻ പറഞ്ഞ കാര്യം, അത് ആര് വരച്ചാലും ഞങ്ങൾക്കൊരു ഇതില്ല. പിന്നെ പറയാതെ തന്നെ ഇപ്പോൾ സതീശൻ്റെ കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പൊതുവേലുള്ളൊരു അഭിപ്രായം. എന്നാലും സതീശൻ ജയിക്കും. സതീശൻ ജയിക്കും. കാരണം പൊതുവിലുള്ള അഭിപ്രായം അങ്ങനെ തന്നെയാണ്. സതീശൻ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ സതീശൻ സാർ ജയിക്കും ഇവിടെ ഉറപ്പായും. കാരണം എന്താ? കാരണം ഞാൻ പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ, എന്ത് പറയണം. അദ്ദേഹത്തിന് ഈ 10 വർഷം ഒരു ഉപമുഖ്യമന്ത്രി ഇലക്ഷൻ എന്നിട്ട് തോറ്റു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ജയിക്കും. വി ഡി സതീശൻ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്രാവശ്യം 35,000 വോട്ടിനെ പുള്ളി ജയിക്കും. പിന്നെ 10 കൊല്ലം ഭരിച്ചത് LDF അല്ലേ ഇവിടെ വികസിപ്പിക്കാനില്ല, അവർക്ക് വികസിച്ചില്ല. അപ്പോൾ വേണമെങ്കിൽ അവർക്കും ചെയ്യാം. സതീശൻ ജയിക്കുള്ളൂ ഇവിടെ. സതീശൻ ജയിക്കും. പിന്നല്ലാണ്ട് നിവർന്നെന്ന് വർത്താൻ പറയാൻ പറ്റില്ല ഒരു LDF-ലുണ്ടാ. നിവർന്ന് വർത്താൻ ഉള്ള കാര്യം പറയുമോ? പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ എല്ലാ കാര്യം പ്രവചിച്ച് ശരിയാണ്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 25 വർഷത്തെ അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഇവിടെ കോവിഡ് ടൈം, വെള്ളപ്പൊക്കം ഒക്കെ പുള്ളി മുന്നിട്ടിറങ്ങി. ഇവിടെയൊക്കെ ഞാൻ നോക്കിയിരുന്നു, ഞങ്ങൾ ഈ പള്ളിയെ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും പുള്ളി ഓടി വന്ന് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. ആർക്കൊക്കെ കുറവുണ്ടായത്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറവൂർ വേണ്ടേ? വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഉറപ്പിച്ച്. പറവൂർക്കാർ കൈപ്പോങ്ങത്തിലാണല്ലേ പുള്ളിക്കൊല്ലം അറിയാൻ പറ്റത്തെ ആൾക്കാരെ അറിയാമോ? അറിഞ്ഞൂടില്ല. വി ഡി സതീശൻ ജയിക്കൂടെ മുഖ്യമന്ത്രിയാവും. പറവൂർ വി ഡി സതീശൻ തന്നെ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കാൻ ചാൻസ് ഇല്ല ഇവിടെ. കാരണം എന്താ? പിന്നെ ഭൂരിപക്ഷത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടുമെന്ന് ഞങ്ങൾ ഇവിടെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഇപ്രാവശ്യം. ടൈറ്റ് അങ്ങനെ ആവാൻ വഴിയില്ല. അല്ല, വി ഡി സതീശന് ഭൂരിപക്ഷം കിട്ടാൻ ചാൻസ് ഇവിടെ. ടൈസൺ മാസ്റ്റർ BJP-യിലെ സ്ഥാനാർത്ഥിയൊക്കെ പുതിയൊരാളാണല്ലോ പുള്ളി വന്നിട്ടുള്ള ഈ ജനങ്ങൾക്ക് പരിചയമായിട്ടില്ലല്ലോ. ഇപ്പൊ ഈ പ്രാവശ്യം വി ഡി സതീശൻ തന്നെ ജയിക്കും. മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? മുഖ്യമന്ത്രി അത് അവരുടെ കാര്യമാണ്, ആരാണ് തീരുമാനിക്കുന്നത്. നമ്മളിവിടെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് പറവൂർന്ന് ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സന്തോഷമില്ല കാര്യത്തില്. പറവൂർ മണ്ഡലത്തിൽ സതീശനാ ജയിക്കുള്ളൂ, അത് യാതൊരു സംശയവുമില്ല, ആർക്കും സംശയമില്ല അതിൽ. ഇപ്പോൾ കഴിഞ്ഞ 25 കൊല്ലം ഒന്നല്ല 30 കൊല്ലം, ആദ്യം പുള്ളി തോറ്റിട്ടും 5 കൊല്ലം പുള്ളി പറവൂർ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പുള്ളിനോട് തോന്നാൻ കാരണം. ഓരോ പ്രാവശ്യവും പുള്ളിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം അത് തന്നെ സംഭവിക്കും, ഭൂരിപക്ഷം വർദ്ധിക്കും. പുള്ളി മുഖ്യമന്ത്രി ആവാനും ഏതാണ്ട് 90% സാധ്യതയുണ്ട്. ഈ 25 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ? നല്ല പ്രവർത്തനമല്ലേ. ഞാനൊക്കെ പൈപ്പിൽ പാതിരയ്ക്ക് 1 മണിക്ക് ഒക്കെ ക്യൂ നിന്ന് 2 കുടം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. സതീശൻ വന്ന് കുടിവെള്ള പദ്ധതി, ചൊവ്വര കുടിവെള്ള പദ്ധതി പറവൂർ നടപ്പാക്കിയ കാരണം ഞങ്ങൾക്കൊക്കെ ഏത് സമയവും വെള്ളമാണ്. പറവൂർ മാത്രമല്ല, ഇപ്പോൾ പൈപ്പിലെ കുറേ ഏരിയയിലും ആ വെള്ളം കിട്ടുന്നുണ്ട്. അതാണ് പുള്ളിയത് ഏറ്റവും വലിയ കാര്യം. പിന്നെ പറവൂർ മേഖലയിലുള്ള എല്ലാം സൂപ്പറായി. ഇപ്പോൾ KSD കോളേജ് അതൊക്കെ പുള്ളിയുടെ കഴിവല്ലേ. പുള്ളി നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ട് എന്തോരം പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വീടായിട്ടും അല്ലാതെ ചികിത്സാ സഹായമൊക്കെ ആയിട്ട് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി. അതിൽ യാതൊരു സംശയവുമില്ല, പുള്ളി തന്നെ ജയിക്കുള്ളൂ ഇവിടെ. സതീശനുള്ളിടത്തോളം കാലം വേറൊരു MLA-നെ പറ്റി പറവൂർക്കാർ ചിന്തിക്കണില്ല. ഈ പ്രാവശ്യം അടുത്ത വർഷം ജയിക്കേണ്ടത് അടുത്ത വർഷമാണ് ടൈസൺ മാസ്റ്ററാണ് ജയിക്കേണ്ടത്. കാരണം ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആൾ ഇന്ന് വരെയായിട്ട് ഇവിടെ ഒരു വികസനം ഒന്നും ചെയ്തിട്ടില്ല. ഈ കോടതിയുള്ളിലോട്ട് നോക്കി, മെയിനായിട്ട് ഈ കോടതിയുള്ളിലോട്ട് നോക്കി ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം ടൈസൺ മാസ്റ്റർ ജയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. വി ഡി സതീശൻ 25 വർഷമല്ലേ ഇവിടെ, എന്തൊക്കെ വികസനങ്ങൾ? ഒരു വികസനം ചെയ്തിട്ടില്ല ഇവിടെ. എന്താ വികസിപ്പിച്ചേക്കണോ? പുള്ളിയുടെ പോക്കറ്റ് വികസിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും വികസിപ്പിച്ചിട്ടില്ല. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി നെറ്റിലുള്ള ആളാണ്. ഇവിടെ വന്ന് 25 കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഉദാഹരണം കോടതി ജംഗ്ഷനെല്ലാം നോക്ക്, ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ആളെ ജയിപ്പിച്ചുവിട്ടിട്ട് എന്ത് കാര്യം? നമുക്കൊരു പിടിയില്ല പോലെ, അതൊക്കെ പറയാൻ നമ്മളാരുമല്ല. എന്നാൽ അപ്പച്ചന്റെ ഒരു അഭിപ്രായത്തില് ആരായിരുന്നു? അങ്ങനെ പറയാൻ പറ്റൂല. എനിക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായ വീടില്ല. വി ഡി സതീശൻ ഈ മണ്ഡലത്തിൽ ഇതുവരെ ജയിച്ചേക്കണ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? അതൊക്കെ വഴിക്ക് നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാത്തതൊക്കെ ചെയ്യുന്നുണ്ടാവും.